ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചുകൂടി ഇരുന്നുട്ടാ നോക്കിയാൽ നമ്മുടെ നല്ല അതിലുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നല്ലേ. പിന്നെ നോക്കിയേ, നമ്മളൊക്കെ നമ്മുടെ മണ്ണിൽ വീണിട്ട് അതിൽ നിന്ന് മുളച്ചു വരുന്ന തൈകൾക്ക് ഉണ്ടല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അയ്യോട്ടാ, നമ്മുടെ അല്ലൂടെ കിടക്കുന്നുട്ടാ. അല്ലു വൃത്തിയുടെ കാര്യത്തിൽ അല്ലൂര് ഭയങ്കര വൃത്തിയാണ്. അവൾ എപ്പോഴും തുടച്ച് മിനിക്ക് ഇങ്ങനെ കിടക്കും. ഇപ്പൊ നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉഴിഞ്ഞു കിടക്കണം കേട്ടാ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കെടുപ്പാണ്. നമ്മൾ തൊടാണ്ട് പോയാൽ ഭയങ്കര വിഷമമാണ് അവൾക്ക്. കണ്ട ഈ ഒരു കെടുപ്പ് കയറി കിടക്കും. അപ്പൊ ഞാനൊന്ന് തലോടി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടായിട്ടാ. ഇനി ഇന്ന് കിട്ടുകയാണെങ്കിലേ നമ്മുടെ ചീരകള് കുറച്ച് കതിര് വന്നിട്ട് നിൽക്കുന്നുണ്ട്. കാരണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. കാരണം നമ്മളത് അരിഞ്ഞെടുത്തെടുത്ത് ഇഞ്ഞത് പറ്റില്ല ആ രീതി. അങ്ങനെ വരുമ്പോൾ നമ്മള് നമ്മുടെ കോഴികൾക്ക് അട കൊടുക്കുക. അപ്പൊ നമ്മൾ ചീര കഴിക്കണ പോലെ തന്നെ അവർക്കും അതേപോലെ തന്നെ ചീര കഴിച്ചു തുടങ്ങും. വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ അപ്പഴത്തേക്ക് കുറച്ച് കൂടുതൽ അരിഞ്ഞെടുത്തിട്ട് കൊടുക്കണം. എല്ലാം ഒരു ദിവസം തന്നെ അരിയില്ല കേട്ടാ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ ബാക്കിയുള്ളത് ഇപ്പൊ ഇവിടെ നിർത്തും. നമ്മള് വേറൊരു ദിവസം വന്നിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ ദിവസം എന്ന് പറഞ്ഞ പോലെ അവർക്കും അത്യാവശ്യം ചീരയ്ക്കും കഴിക്കാൻ കിട്ടും ചെയ്യൂട്ടാ. പിന്നെ നോക്കിയാ നമ്മുടെ കോഴിക്കോടിന്റെ പണിയൊക്കെ കഴിഞ്ഞൂട്ടാ. എന്താ പറയാ, അപ്പൊ നല്ല വൃത്തിയപ്പോ കോഴിക്കോട്ടിലേക്ക് നോക്കുമ്പോ ഗെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ. പിന്നെ ചീരാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടം. നമ്മള് കൊണ്ടുവരുന്ന കാണുമ്പോഴേ തന്നെ നമ്മുടെ പിന്നാലെ വന്നു തുടങ്ങും അവര് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ചീരാന്ന് മാത്രല്ല ഏത് ഇലകളായാലും ഇവര് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ചില സമയത്തൊക്കെ ഞാനിതെല്ലാം വെട്ടി നുറുക്കിട്ട് കൊടുക്കും. അപ്പൊ അത് മുഴുവൻ തിന്നും. ഇനിയിപ്പോ കുറച്ച് പേര് വേറെ കൂട്ടിലുണ്ട്, അവർക്കും കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ കൂട്ടിലെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് കേട്ടാ. ഒരാളുടെ കണ്ണ് പോയിട്ടുണ്ട്. ഇവർ ഒരുമിച്ചൊരു കൂട്ടിലിട്ടപ്പളേ അത് കാട്ടിത്തരാട്ടെ അവന്റെ കണ്ണ് പോയിട്ടുള്ളത്. നമ്മുടെ കോഴിക്കൂടിന്റെ പണിയായിട്ട് നമ്മള് എന്താ പറയാ, കോഴികളൊക്കെ ഒരുമിച്ച് നമ്മള് ഒരു കളിയിലിട്ടുണ്ടായിരുന്നു. ഒരു കളിയിച്ച 3 കളിയിലായിട്ട് ഇട്ടുണ്ടായിരുന്നേ. പക്ഷെ അതില്ലേ ടർക്കികൾ തമ്മിൽ നല്ല കൊത്തുകൂടിയിട്ട് നമ്മുടെ ഒരു ടർക്കിയുടെ കണ്ണ് പോയി. ദൈവന്റെ ഇവന് പൊത്തിക്കിട്ടൊക്കെ ഈ സൈഡത്തെ കണ്ണ് പോയി. കണ്ടാ പാവം, ഈ സൈഡിലുണ്ട് കണ്ണ്. അപ്പൊ നമ്മള് ഇവര് കണ്ണ് കൊത്ത് കിട്ടിയപ്പോ തന്നെ നമ്മള് ഇവിടെ അടുത്ത് നമുക്ക് മൃഗാശുപത്രി ഉണ്ട്. അപ്പൊ തന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാ. പക്ഷെ അവര് പറഞ്ഞ കണ്ണ് പോയിന്ന്. അങ്ങനെ ഒരു വിഷമം കൂടി നമുക്ക് കോഴിക്കോടിന്റെ പണിയിലുണ്ടായി. ഇപ്പൊ അവന് കുഴപ്പമില്ല, ഒരു കണ്ണുകൊണ്ട് അവൻ ശീലിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ പൊട്ടിക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. അപ്പൊ നമ്മുടെ നോക്കിയൊരു തക്കാളി നോക്കിയേ, ഹൈറ്റ് കണ്ടാ ദേ ഉണ്ടാവണുണ്ട് കേട്ടോ അതേപോലെ. പക്ഷെ ഇവർക്ക് വെയിറ്റ് വരുമ്പോഴേ ഉയരം കൂടുന്നതനുസരിച്ച് വടി കെട്ടി കൊടുക്കേണ്ട അവസ്ഥയാണ് കാണുന്നത്. കാരണം ഇതൊന്നും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് കൈകൊണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നീളമുള്ള ഒരു വടി കൂടി വെച്ച് കെട്ടണം. പിന്നെ ഇതാ ഇപ്പുറത്തെ തക്കാളി തൈകൾക്കൊന്നും വലിയ കുഴപ്പമില്ല. ഇതുമ്പോ ഒരാള് പഴുത്തിട്ടുണ്ട്. ഇപ്പൊ എന്നൊന്ന് പറഞ്ഞ പോലെ നമ്മൾ വരണട്ടാ. ഓരോരുത്തർ പഴുത്ത് കിട്ടുന്നുണ്ട് തക്കാളി. പിന്നെ നമ്മുടെ അന്നത്തെ കാട്ടി വന്നില്ല, നമ്മള് സ്ട്രോബെറി പേരക്കായ എന്ന് പറയുന്നത് നോക്കിയേ. നമ്മള് പൊട്ടിച്ച് തിന്നു കണ്ടാപ്പിലേക്ക് ഇതേ വന്നു. എനിക്ക് തിന്നുപോയി. പഴുത്തിട്ടൊന്നുമില്ല, തന്നെ വെറുതെ ഇരുന്ന് കാര്യം നോക്കി. ഇപ്പുറത്തായാലും കണ്ട ഈ ഒരു കൊലയാമത്തെ ഇതാ. അപ്പൊ ഇവിടെ ഒരാള് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. ഒരാളെ കിട്ടി. ഇനിയിപ്പോ ഇതാണെങ്കിൽ നമ്മുടെ കുക്കമ്പർ ആദ്യം പൊട്ടിച്ചെടുക്കാം. പിന്നെ എന്താ പറയാ, നിത്യവഴുതിരിങ്ങി അതേപോലെ നമ്മുടെ എന്താ പറയാ കൊത്താമ്പരി ഒക്കെ പൊട്ടിക്കാനുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട് തിരിച്ച് പൊട്ടിക്കാനായിട്ട്. അപ്പൊ ആദ്യം ഇത് പൊട്ടിക്കാം. പിന്നെ നോക്കി നമ്മുടെ ഈ കുക്കമ്പറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അല്ലെ, നമ്മുടെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും തോന്നുന്നു എനിക്ക് കുക്കമ്പർ പൊട്ടിക്കുന്നത്. കാരണം അതേപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വട്ടം എന്ത് ചെയ്യുന്ന അറിയോ, ഒരു 2-3 നമ്മളിങ്ങനെ നമ്മൾ പൊട്ടിക്കാണ്ട് അതുമ്പോൾ തന്നെ നിന്ന് മൂത്ത് സ്വയം മണ്ണിൽ വീണിട്ട് മുളക്കിട്ടെന്ന് വെച്ചു. കാരണം നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു വിത്ത് ഉണ്ടാക്കിയിട്ട് മുളപ്പിക്കുമ്പോൾ അതേപോലെ ഉണ്ടാവണില്ല. പക്ഷെ നേരെ മറിച്ച് എനിക്കറിയാം, വഴുതിനങ്ങ തൈയും മുളകും തൈകളും ഒക്കെ നമ്മുടെ മണ്ണിൽ വീണിട്ട് അതിൽ നിന്ന് മുളച്ച് വരുന്ന തൈകൾക്ക് ഉണ്ടല്ലോ നല്ല പ്രതിരോധ ശേഷി ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള ചെടികളൊക്കെ നമ്മൾ മേടിച്ച് വെക്കുന്ന തൈകളെക്കാളും നല്ല പ്രതിരോധ ശേഷിയിൽ ഇവർ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കി നമ്മളിതാ 1-2 പേരെ ഇവിടെ നിർത്തിയിട്ടുണ്ട് മൂത്തിട്ട്. ഒരാളിതാ താഴേക്ക് ഇതാ പഴുത്ത് വീണ് കിടക്കുന്നുണ്ട് കണ്ട. ഇനി ഇവരുടെ കുരു ഇതിൽ കിടന്ന് മുളച്ച് വരട്ടെ.
അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിലുള്ളത് പൊട്ടിച്ചെടുക്കാം കേട്ടാ. ശരിക്കിത് പൊട്ടിക്കുമ്പോ കിട്ടുന്നൊരു സന്തോഷല്ലേ, അതൊന്നും എന്താ പറയാ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക്. പിന്നെ ഇനി അവിടെയുണ്ട്. പെട്ടെന്ന് വലുതാവും. നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും ഒരു വലുതാവും. ഇപ്പൊ ഞാനിത് പൊട്ടിച്ചു, 2 ദിവസം കഴിയുമ്പോ അടുത്തവരൊക്കെ ഇത് വലുതായി ഇലി വീണെടുക്കുന്നുണ്ടാവും. ഇപ്പോഴും അവിടെ ഒക്കെ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇനി നമ്മുടെ എന്താ പറയാ നിത്യവഴുതനങ്ങ. പിന്നെ നോക്കിയേ, ഇതില് പൊട്ടിച്ചിട്ടിട്ടായിരുന്നു നോക്കി കാണാനുള്ള ഒരു ഭംഗി എന്താ. അപ്പൊ നമുക്ക് കുറച്ചുണ്ട് കൂടുതൽ പൊട്ടിക്കാൻ. അപ്പൊ പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ എന്താ ഇത്രയും കിട്ടിയിട്ട് നമുക്ക്. പിന്നെ ഈ നിത്യവൈദ്യനിക ഉണ്ടല്ലോ, മൂത്ത് കഴിഞ്ഞ് ഒന്നിനും കൊള്ളില്ല കേട്ടാ. നല്ല ചള്ളിൽ തന്നെ പൊട്ടിച്ചെടുക്കണം. നമ്മുടെ ചതുരപ്പയറിന്റെ കാര്യം പറഞ്ഞ പോലെയാ, ചള്ളിലെ തന്നെ പൊട്ടിച്ചാൽ മാത്രമാണ് ഇത് കറി വയ്ക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടാ. ഇനിയിപ്പോ എന്തിനാണെങ്കിൽ നമ്മുടെ കയ്പ പൊട്ടിക്കാം നമുക്ക്. നോക്കി നമ്മുടെ കയ്പയ്ക്ക നമ്മള് കൊറേ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഒരുവിധമൊക്കെ ഉണ്ടാവില്ല, കഴിഞ്ഞ് തുടങ്ങിയത് മറ്റേ. ഇനി ഒരു 3 നമുക്ക് പൊട്ടിച്ചെടുക്കാന്ന്. ഇനി എന്താന്നറിയോ, നമ്മുടെ കൊത്തമ്പര പിന്നെ എൻ്റെ ഒരു എന്താ പറയാ അത്രയും വേണ്ടപ്പെട്ട ഒരാളെയും മാറി. ഇനി നമുക്കത് പൊട്ടിക്കാൻ പോവാ. നമ്മുടെ കൊത്തമ്പര എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളായി മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ കാരണം എന്നറിയോ, കൊത്തമ്പര നമ്മുടെ കൂടെ കൂടിയിട്ട് എത്ര നാളായേ. ഇവിടെ വരുമ്പോ ഞാൻ ഏത് വീഡിയോയിൽ നമ്മൾ കൊത്തമ്പര പൊട്ടിക്കുന്നുണ്ടോ ആ വീഡിയോയിൽ ഞാൻ കൊത്തമ്പരനെ കുറിച്ച് പറയൂട്ടാ. കാരണം ഞാൻ പറിച്ച് കളയാൻ വേണ്ടി നോക്കിയ ആളാണ്. പക്ഷെ അവരിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കട്ടെ നമുക്ക്. അപ്പൊ അത് കുറച്ച് പൊട്ടിച്ചെടുക്കാം. കണ്ടാ, ഈ ഒരു തലേമിക്ക് നോക്കിയേ എന്തായിക്കൊണ്ടിരിക്കണേ. എന്താ പൊട്ടിക്കട്ടെ കേട്ടാ. ഞാൻ പറയാറുണ്ട്, കൊത്തമര പൊട്ടിക്കുമ്പോഴേ സൂക്ഷിച്ച് പൊട്ടിക്കണം. ഇപ്പൊ നമ്മൾ ഒരെണ്ണം പൊട്ടിക്കുമ്പോ അതിന്റെ കൂടെ നോക്കി ഒരു ചെറുതുണ്ടാവും, അല്ലെങ്കിൽ ഒരു പൂവുണ്ടാവും. പൂവാതെ വേണം പൊട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ശരിക്കും ഈ കൊത്തമര എത്ര മാസങ്ങളായിട്ടുണ്ടാവും എനിക്ക് അതിനൊരു ഓർമ്മയില്ലാത്തത്. കാരണം എനിക്ക് ആകെപ്പാടെ ഒരു ഓർമ്മയുള്ളത് മഴയ്ക്ക് മുന്നാണ് നമ്മൾ ഈ ചെടി നട്ടിട്ടില്ലെന്നറിയാം. അത്ര അറിയുള്ളൂ. പക്ഷെ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയ തൈകൾ നട്ടിട്ടുണ്ട്, ആദ്യമേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതും കാട്ടിത്തരാട്ടാ. ഇപ്പൊ നോക്കി കണ്ട പൂവൊക്കെ ഉണ്ടാവണം എപ്പോഴും. ഓക്കെ, കൊത്തമ്പര അതുപോലെ നമ്മുടെ നിത്യവൈദ്യനിക.
ഇതൊക്കെ എത്രയും ഉണ്ടായാൽ മതിയുടെ കറി എനിക്ക് ഇഷ്ടം പോലെ കറി ഉണ്ടാവും. ഇനിയിപ്പോ നമ്മുടെ പച്ചക്കറിയൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞു. എനിക്ക് വേറൊന്നും പൊട്ടിക്കണില്ല എന്ന്. അപ്പൊ ഞാൻ നമ്മുടെ കൊത്തമ്പരയുടെ പുതിയ തൈ വെച്ചിട്ടുണ്ടെന്ന് പറയില്ലേ, അത് കാണിച്ചു തരാം കേട്ടാ. അങ്ങോട്ടാ അപ്പൊ ഇവരാണ് കേട്ടാ നമ്മുടെ പുതിയ കൊത്തമ്പര തൈകള്. ഇവർക്ക് വടിയൊക്കെ കെട്ടി വെച്ച് കൊടുക്കേണ്ടി വരും, കാരണം ഇവിടെ നല്ല നീണ്ട് വരുന്നുണ്ട്. ഇപ്പൊ നോക്കിയാ ഉണ്ടായി തുടങ്ങിട്ടാ. താഴേന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഓരോക്കിലും എല്ലാ കിളികളും ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ലൊരു പ്രത്യേകത കേട്ടാ. പച്ചക്കറികളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചുകൂടി ഇരുന്നു കേട്ടാ. നോക്കി നമ്മുടെ നല്ല പച്ചക്കറി കാണാനായിട്ടല്ലേ, എനിക്ക് എന്ത് രസാ. ഒരാൾ എടുത്തു പറയാൻ പറ്റണില്ല കേട്ടാ, എല്ലാവരും ഒന്നിനൊന്നും വെച്ചാട്ടാ. ഇനിയപ്പോ നമ്മുടെ വീട്ടിൽ പോ. ഇന്ന് നമ്മൾ ഇതുകൊണ്ട് തന്നെ കേട്ടാ നമ്മുടെ കറികള്. നടക്കട്ടെ കാമ്പറി, ഞാന് തരാം, കാമ്പറിക്ക് തരാം. പൈസ എന്തേ രണ്ടാൾക്കും തരാം. ഇതിൽ രണ്ടാൾക്കുള്ളത് തിന്നാളതിന്റെ തരണ്ട കേട്ടാ. ഞാനുണ്ടല്ലോ നമ്മുടെ വീട്ടില് നമ്മുടെ പച്ചക്കറികൾക്ക് നമ്മള് കീടങ്ങളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ കുറച്ച് കാര്യങ്ങൾ കേട്ടാ. അപ്പൊ അതായത് ഞാൻ കവച് തളിച്ചു കൊടുക്കാറെന്ന് പറയാറുണ്ടല്ലോ. അതിപ്പോ എല്ലാവരും പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോ പോയതിന് ശേഷം നമ്മുടെ മണ്ണുത്തിയിലായാലും അല്ലെങ്കിൽ തൃശ്ശൂർ അഗ്രോ ബസാറിലായാലും, അതായത് മണ്ണുത്തി യൂണിവേഴ്സിറ്റി അല്ല തൃശ്ശൂർ അഗ്രോ ബസാർ, ഇവിടെ ആയാലും ഇപ്പൊ കവച് കിട്ടാനില്ല, നല്ല ചെലവാണ് അത്ര അവർക്ക്. അപ്പോ അങ്ങനെ വരുമ്പോ ഞാൻ കവച് കാണിച്ചു തന്നതെന്ന് പറയണത് ഇതേപോലെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കവച് നമ്മുടെ ജൈവ കീടനാശിനിയും കാട്ടിയത്. കാരണം അതിലുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കാറുള്ളത്. അപ്പൊ ഇനി അത് കിട്ടാനില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ട് ചെയ്ത് നോക്കിയോളൂട്ടാ. അപ്പൊ അത് പറഞ്ഞു തരാം. അപ്പൊ അതായത് ഇതെന്ന് പറയുന്നത് ഒരു 1.5 ലിറ്റർ ഗോമൂത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളതാണ് 100 ഗ്രാം നമ്മുടെ ചൂരമുളക്, പിന്നെ 100 ഗ്രാം ബാർ സോപ്പ്, പിന്നെ 200 ഗ്രാം നമ്മുടെ വെളുത്തുള്ളി, പിന്നെ വേപ്പെണ്ണ മിശ്രിതം. ഇതിപ്പോ ഒരു അര കിലോനാണ്, അതായത് 500 ഗ്രാമാണ്. ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് 150 ഗ്രാമാണ് എടുക്കുള്ളൂ വേപ്പെണ്ണ. അപ്പൊ ആദ്യം നമ്മള് ഈ ബാർ സോപ്പ് ഉണ്ടല്ലോ, നല്ല ചൂടുവെള്ളത്തിൽ, അതായത് ഇപ്പൊ ഒരു 1 ലിറ്റർ വെള്ളമൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളമൊക്കെ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് ലയിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഇത് മൂന്നും ഞാൻ ഇതേപോലെ ചെയ്തിട്ട് കൊണ്ടുവരാട്ടെ. നമ്മൾ നോക്കില്ല, സോപ്പ് ഇതേപോലെ ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നോക്കി നമ്മുടെ വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളിത് ഈ ഒരു പാത്രത്തിലിട്ടാ, നമ്മുടെ ഈ ഗോമൂത്രത്തിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നിട്ടാ. നന്നായി അരച്ചിട്ടുണ്ട് നമ്മള്. പിന്നെ നമ്മുടെ ഈ സോപ്പിലായി ഇനി നമ്മൾ ഇതിൽ ഒഴിക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞല്ലോ 1 കിലോന്റെ വേപ്പെണ്ണയാണ്, അതായത് 500 ഗ്രാമാണ് ഈ വേപ്പെണ്ണ. ഇതിൽ നിന്ന് 150 ഗ്രാം നമ്മൾ എടുക്കണം നോക്കാ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലയിക്കേണ്ട രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾ ഇതുണ്ടല്ലോ എടുക്കണ സമയത്ത് ഇത് അരിച്ചെടുക്കണം കേട്ടാ. അതായത് ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പ് പാത്രമോ എന്തെങ്കിലും ഉപയോഗിച്ച് അരിച്ചെടുക്കുക. എങ്കിൽ മാത്രം നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ സ്പ്രേയുടെ ഇടയിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ അത് സ്പ്രേ ശരിയാവില്ല. അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കാൻ പറയണേ. ഇനിയിപ്പോ അരിക്കാണ്ടാണ്, സ്പ്രേ ചെയ്യാണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ, നേരിട്ട് വാഴയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തളിച്ചും കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജൈവ കീടനാശിനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ചെടിക്ക് നമ്മൾ തളിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു വീര്യം കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചെടി ഉണങ്ങിക്കും. അപ്പൊ ആദ്യം ഒരു ചെടിക്ക് ഉപയോഗിക്കുക. എന്നിട്ട് കുഴപ്പമില്ലെങ്കിൽ മാത്രം ബാക്കിയുള്ളവർക്ക് തളിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതല്ല ഇപ്പൊ ഒരു ചെടിക്ക് തളിച്ചു അത് പെട്ടെന്ന് അത് ഉണങ്ങിപ്പോ ഇലക്ക് വില കരിച്ചിലോ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോസ് കൂടിയതാണെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ കുറച്ചുകൂടി അതിൽ വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൽ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. നമ്മുടെ കുട്ടികൾക്ക്
ഇപ്പൊ നമ്മള് പച്ചക്കറി പൊട്ടിച്ച് പോകണമെന്നല്ലോ, ഇതൊക്കെ അങ്ങനെ തന്നെ. നമ്മള് പച്ചക്കറി വെക്കുമ്പോഴറിയാം നമ്മൾ കുറേ പച്ചക്കറികൾ വെക്കുന്നില്ല. ഇത് നമ്മുടെ ചെടി ഞാൻ പൊട്ടിക്കുമ്പോ കാട്ടി തരുന്നുണ്ട്. ഇത് നമ്മുടെ കുക്കമ്പറാണെങ്കിൽ ആകെ 2 കട കുക്കമ്പർ ഒരു ഭാഗത്താണ് നട്ടു കൊടുക്കുന്നത്. ആ ഒരു പന്തലുമ്പോഴാണ് നമ്മൾ ഇത്രയും പൊട്ടിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ്, അല്ലാണ്ട് കുറേ കുക്കമ്പർ തൈകൾ കടാങ്ങുന്നില്ല. നമ്മുടെ വീട്ടാവശ്യത്തിനാണ് ഒരു കുക്കമ്പർ ആ ടൈമിൽ ഉണ്ടായി. ഇപ്പൊ നമുക്ക് ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു 6 8 നമ്മൾ പൊട്ടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം സലാഡ് കഴിക്കുന്നവരാണ്. അപ്പൊ നമുക്കത് ഒരാഴ്ചക്കുള്ളത് കിട്ടും. അപ്പോഴേക്ക് 2 ദിവസം എനിക്ക് അടുത്ത ദിവസം കിട്ടും. അപ്പൊ ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാനും പറ്റും. പക്ഷെ ഇതേപോലെ ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടായി കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ ചെയ്ത് വെക്കണം. പിന്നെ അത് മാത്രമല്ല, ഇത് അയർ കിടക്കാതെ അടച്ചു വയ്ക്കണം. പിന്നെ വെയിൽ ഏൽക്കാത്തോടത്ത്, മഴയും വെയിലും ഏൽക്കാത്തോടത്ത് വേണം ഇത് അടച്ച് നമ്മൾ കൊണ്ടുവയ്ക്കേണ്ടത് കേട്ടോ. ഇത്രേ ഉള്ളൂ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിന് എടുക്കുമ്പോൾ 10 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണ്ടിട്ട് ഉപയോഗിക്കാനായിട്ട്. ഒരിക്കലും പെട്ടെന്ന് കൊണ്ട് തളിക്കരിക്കും കേട്ടാ. അപ്പൊ ഇനിയെന്താ, നമ്മുടെ പാചകത്തിലേക്ക് ആയിട്ട് പോവാം. ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും നമ്മുടെ പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് തന്നെ കേട്ടോ പാചകത്തിലേക്ക് പോവാറ്. പിന്നെ പശുമൂത്രമൊക്കെ ആകുമ്പോഴേ പൊട്ട മണമൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കത് ആ മണം അങ്ങനെ ഒരു പൊട്ട മണമായിട്ടും തോന്നാറില്ല. പക്ഷെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതായി കഴിയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പശുമൂത്രത്തിന്റെ സ്മെല്ല് നമുക്ക് തോന്നൂല കേട്ടോ, ഇതെല്ലാം കൂടി വരുമ്പോ. പിന്നെ നമ്മുടെ പാചകം ഇന്ന് നമുക്കിട്ടല്ലോ പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ ഹായ് പറയാനുണ്ട് കേട്ടാ. മോളി ജോൺസൺ, ഹായ് മോളിച്ചി. ബിന്ദു സോമൻ, നോർത്ത് പറവൂർ, ഹായ് ബിന്ദേച്ചി. ഇനി ഞാൻ നിത്യമാരോട് ആട്ടാ ഹായ് പറയാനുള്ളത്. മാളവിക ചന്ദ്രദാസ്, ഹായ് മാളവിക. കീർത്തി മുരളി, ഹായ് കീർത്തി. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ, നമ്മൾ ഇന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന പച്ചക്കറി ഉണ്ടല്ലോ, അതുകൊണ്ടായിട്ട് ഇന്നത്തെ നമ്മുടെ കറികള്. അപ്പൊ കയ്പക്കായി ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിത്യവഴുതിനിങ്ങ എങ്ങനെ അരിയണേ ഞാൻ കാട്ടിത്തരാം. ഞാൻ അരിഞ്ഞു വെച്ചു, പക്ഷെ കാട്ടിത്തരാൻ വേണ്ടിട്ട് 1 2 നീക്കി വെച്ചതാട്ടാ. അപ്പൊ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. കനം കുറഞ്ഞിട്ടായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണേ. ഇപ്പൊ മൂത്തതാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴില്ലേ നമ്മുടെ ചക്കക്കുരുന്റെ പോള പോലെ ഉണ്ടാവും, അത് കളയണം. ഇത് ചള്ളായ കാരണം നമുക്കിത് ഫുള്ളായിട്ട് അരിഞ്ഞിടാം കേട്ടാ. കൊത്തമല്ലി ഉണ്ടല്ലോ, ഇതാ നമ്മൾ 4ആയിട്ട് പൊളിക്കാട്ടാ. 4ആയി പൊളിച്ചിട്ട് 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞിട്ടാ മതി കേട്ടാ. എപ്പോഴും 4ആയിട്ട് പൊളിക്കുക. എന്നിട്ട് ഇത് കണ്ട ഈ ഒരു വലുപ്പത്തില്. ഇനി നമുക്കുണ്ടല്ലോ ആദ്യം കയ്പക്കായ ഒന്ന് വറുത്തെടുക്കണം കേട്ടാ. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കൂടി കേട്ടാ. എന്റെ മഞ്ഞളുടെ കുപ്പി പൊട്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞളും മുളകും മല്ലിയും ഒക്കെ ഇതേപോലത്തെ ഓരോ കുപ്പിയിലായിരുന്നല്ലോ, ഇതേപോലത്തെ ഒരു കുപ്പി സംഘടിപ്പിക്കണം. അപ്പൊ നമുക്ക് കയ്പക്കായ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ച് ഒരു പാൻ ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടാവട്ടെ കേട്ടാ. ഒപ്പം തന്നെ നമുക്ക് കയ്പക്കായക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പുറത്തും തീ കത്തിച്ച് നമ്മളിത് ഒരു കലം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ കലം ചൂടാവട്ടെ. കയ്പക്കായ വറക്കാൻ വേണ്ടിയിട്ട് നോക്കി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടാ. അടി പരക്കേണ്ട രീതിയിൽ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കതിലേക്ക് നമ്മുടെ കയ്പക്കായ ഇട്ട് വറക്കാം. കുരു കളഞ്ഞെടുക്കണം കേട്ടാ. നമ്മളിത് റൗണ്ടിൽ അരിഞ്ഞിട്ട് കൈ കൊണ്ട് കുരുക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊപ്പം തന്നെ നമ്മുടെ കയ്പക്കായയിലേക്ക് ഇപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നോക്കിയാൽ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടി തുടങ്ങിയിട്ട് ഒപ്പം തന്നെ നോക്കിയത് ഇത്രയോളം ഉലുവാട്ടാ, അത് നമുക്ക് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി കഴിയട്ടെ. ഉലുവയ്ക്കിട്ട് ഉലുവയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നോക്കി നമ്മൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു 10 ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നടു മുറിച്ചിട്ട് ഇട്ടോക്കാണ് കേട്ടാ. നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, സാധാരണ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 8 എടുക്കുക. വലുതാണെങ്കിൽ നടു മുറിച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് വഴച്ചെടുക്കണം കേട്ടാ. ഒപ്പം തന്നെ നമ്മുടെ ഇപ്പുറത്തേക്ക് കയ്പയ്ക്ക ഒന്ന് മറച്ചിടാറായിട്ടുണ്ട്.
ഇതേപോലെ ഒരു കളർ ആവേ വേണ്ട കേട്ടോ, നന്നായിട്ട് വറുത്തെടുക്കണ്ട. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇതാ നോക്കിയാൽ ഇതേപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. കണ്ട ചെറുതായിട്ടൊരു കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പോൾ ഇതാ മുളക് പൊടി നമുക്കിതാ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മല്ലിപ്പൊടി എന്താ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ നമുക്കിത് അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടാ. മഞ്ഞൾപ്പൊടി ഇത് കുഞ്ഞ് ടീസ്പൂണാണ് കണ്ട. അപ്പോൾ സാധാരണ ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നോക്കിയാൽ സാമ്പാർ പൊടിയാണ് 1 ടീസ്പൂണ്, അതിട്ട് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോണ വരെ നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ. പൊടികളിലേക്ക് പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഈ സമയത്ത് നോക്കിയാൽ 3 ചെറിയ തക്കാളി അല്ലെങ്കിൽ 3 വലിയ തക്കാളി അല്ലെങ്കിൽ 2 കേട്ടാ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടാ. 1 മിനിറ്റ് ഒന്ന് തക്കാളി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടാ. തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മൾ 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള കോലിപ്പുളി വെള്ളത്തിലിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടാ. അത് നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഒരു 3 ഗ്ലാസിൻ്റെ അവിടേക്ക് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഉപ്പും പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് എപ്പോഴും പറയുന്ന പോലെ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടാ. കയ്പക്കായ നോക്കിയേ ഇതേപോലെ തന്നെ ചെറുതായിട്ട് കണ്ട ഒരു കളർ ഇങ്ങനെ മാറി വരണുള്ളൂ കേട്ടാ. ഈ സമയത്ത് നമുക്ക് ഇതിന്ന് മാറ്റിയെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടാ. ഒരു കയ്പക്കായാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. രണ്ടാമത്തെ കയ്പക്കായും ആയിട്ടുണ്ട്. ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. നമുക്ക് മുന്നത്തെ പോലെ തന്നെ ആ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക കയ്പക്കായുടെ തയ്യാറാക്കിയിട്ടുള്ള ഈ ചാറുണ്ടല്ലോ ഒന്ന് നന്നായി തിളച്ചൊക്കെ ഒന്ന് കുറുകി വരട്ടെ. അതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളച്ചൊന്ന് ചാറൊക്കെ ഒന്ന് വറ്റണം. ആ സമയം കൊണ്ട് നമുക്കുണ്ടല്ലോ ഇപ്പുറത്ത് നമ്മുടെ കൊത്തമ്പര തോരൻ റെഡിയാക്കാം. അപ്പം ഞാനതാ തീ കത്തിച്ച് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഈ ഒരു അടുപ്പിലുണ്ടല്ലോ നമ്മുടെ നിത്യവൈദ്യുതി ശരിയാക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ച് അടുത്തൊരു ചീനച്ചട്ടി കൂടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചീനച്ചട്ടി ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ കൊത്തമ്പരയ്ക്കുള്ള ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. കൊത്തമ്പര നമ്മളിത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പോൾ നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്കതിലേക്ക് ഒരു തിരുവോളതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പിലയായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് ഉണ്ടല്ലോ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു 1/4 ഗ്ലാസ് വെള്ളം, അത്ര വേണ്ടോ, അധികം ഒന്നും വേണ്ട കേട്ടോ. അതേ 1/4 ഗ്ലാസിൻ്റെ അടുത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വയ്ക്കാം കേട്ടാ. അപ്പം ഉണ്ടല്ലോ ഫുൾ തീയിലിട്ട് വേവിക്കരുത്. കാരണം മീഡിയം ലെവലിൽ തീയിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ കൊത്താമ്പര ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ കൊത്താമ്പരയ്ക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ 2 പിടി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് കുറച്ച് പച്ചമുളക്, ഒരു 5 ഉള്ളി, കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഇട്ടാണ്ട് ചെറിയൊരു കഷ്ണമാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചതച്ചുകൊണ്ടിരാം.
നമ്മളിതാ നമ്മുടെ കൊത്താമ്പരിയിലേക്കുള്ള നാളികേരം ഇതേപോലെയാണ് ഇട്ട് ചതച്ചെടുത്തിട്ടുള്ളത്. ഇതോടെ ഇരിക്കട്ടെ. ഒപ്പം നോക്കിയിട്ട് നമ്മുടെ കയ്പക്കായയിലേക്കുള്ള ചാറൊക്കെ ഇതേ ഒന്ന് കണ്ട് ഇതേപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ കയ്പക്കായ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ആവി നല്ലോണം ഒരു ആവി വരട്ടെ കേട്ടാ. ഒപ്പം നമ്മുടെ നോക്കിയേ നമ്മുടെ നിത്യവൈദ്യനേക്കുള്ള വെളിച്ചെണ്ണ അവിടെ ചൂടായിട്ടുണ്ട്. അല്ല വെളിച്ചെണ്ണ അല്ല, നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്കിതാ നമുക്കൊരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഒപ്പം നമ്മുടെ കൊത്തമ്പരം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഉള്ള വെള്ളം വറ്റി വരിപ്പിക്കും കൊത്തമ്പരം വെന്തോളൂ ഇട്ടാ. കണ്ട ഇത്രയും വെള്ളമുള്ളൂ, ആ വെള്ളം മതി വേവാനായിട്ട്. നമ്മുടെ നിത്യവൈദ്യയിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നോക്കി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള നോക്കിയാൽ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ. ഇട്ട് കൊടുക്കാം. സവാള ഒരു മധുര രസം ആവേണ്ട രീതിയിലാണ് നമ്മൾ ആക്കിയെടുക്കണേ കേട്ടാ. ഇപ്പുറത്ത് നോക്കി നമ്മൾ കയ്പക്കായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിയണ വരെ കേട്ടാ ഒന്ന് തീ കുറച്ചിട്ട് നമ്മളിത് തുറന്ന് വയ്ക്കാട്ടെ ചെയ്യണത്. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നോക്കി നമ്മൾ ഇതിലേക്ക് ഒരു കുഞ്ഞൊരു കഷ്ണം ബെല്ലട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബെല്ലൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നതോട് കൂടി തന്നെ നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടാ. നമ്മൾ ബെല്ലൊക്കെ ഇട്ടിട്ട് നോക്കി നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ട് കേട്ടോ. ഇതായപ്പോലെ ഇരിക്കട്ടെ നമ്മുടെ കറി. ഇതിരോളം കറി ചാറ് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് കഴിക്കാൻ. അങ്ങനെ കലപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ കയ്പക്കായ്ക്ക് നല്ല ടേസ്റ്റാണ്, നല്ല രസമുള്ളൊരു കയ്പക്കായ കറി കേട്ടോ. അപ്പം ഞാനിതാ കയ്പക്കായ കറി റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ നിത്യവൈദ്യനേക്ക് ആക്കിയിട്ടുള്ള നമ്മുടെ സബോള ഉണ്ടല്ലോ അതിതാ ഇപ്പൊ ഒരു മധുരരസമായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ 2 പച്ചമുളക്, പഴുത്ത പച്ചമുളക് കേട്ടാ നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചെറുതാക്കി നുറുക്കിയ 1 ടീസ്പൂൺ ഇഞ്ചി. ഇത് നമുക്കൊന്ന് വഴിച്ചെടുക്കാം കേട്ടാ. നമ്മുടെ കൊത്തമ്പര നോക്കിയേ വെള്ളമൊക്കെ ഇതേ വറ്റി വന്നു കണ്ടേ. ഞാൻ പറഞ്ഞില്ല വെള്ളം വറ്റുന്നതോടുകൂടി വെന്ത് കിട്ടും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കളർ കണ്ടറിയാം നമുക്ക് കൊത്തമ്പര വെന്തിട്ടുണ്ടെന്ന്. ഇതിലേക്ക് നോക്കി നമ്മൾ ചതച്ച് പോണത് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, നാളികേരം, ഉള്ളി, പച്ചമുളക്, ചെറുതായിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. ഒന്ന് നന്നായിട്ടൊരു ആവി ചെറുതായിട്ടൊന്ന് ആവട്ടെ, അത്രേ വേണ്ടോ. കുറേ നേരം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ആ ഏറ്റവും ഒക്കെ ഒന്ന് നമ്മുടെ കൊത്തമ്പരിയിൽ പിടിക്കേണ്ട രീതിയിൽ ഒരു ചെറുതായിട്ടൊരു ആവി. ഇത്രയും മതി. നമ്മുടെ കൊത്തമ്പരി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ആവി കയറേ വേണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കേട്ടാ, 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊത്തമ്പരത്തോരൻ റെഡി ആയിട്ടാ. ഇതും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ഒരു എന്താ പറയാ ആവി പുറത്തേക്ക് പോകേണ്ട രീതിയിലൊന്ന് മൂടി വെച്ചോളട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഈ കറി ഞാൻ ആവി പുറത്തേക്ക് പോകേണ്ട പോലെ തന്നെ മൂടി വയ്ക്കണേ. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയാണ് കറി കാണാനായിട്ട്. ഇനി നമ്മുടെ നിത്യവൈദ്യനേക്കുള്ളതാ പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഇതാ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതാ മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇതാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതായിരിക്കും മഞ്ഞൾപ്പൊടി, ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇതാ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ പൊടിയുടെ ഒക്കെ പച്ചക്കുത്തുണ്ടല്ലോ അത് പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ നിത്യവൈദ്യനിക അരിക്കുന്നുണ്ടല്ലോ അതിട്ട് കൊടുക്കാം.
അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഉപ്പ് ഞാനിതാ ഇത്തിരിയോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. നിത്യവഴുതിരിങ്ങക്ക് ഇപ്പൊ എന്തോരം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നുറുക്കി കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 300 ഗ്രാമിന്റെ അടുത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടാ. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കണില്ല. വേണ്ടി വരാണെങ്കിൽ മാത്രം ഒന്ന് നമുക്കിത് തുറന്നിട്ട് നോക്കുമ്പോൾ അറിയാലോ, ആവിക്ക് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി കേട്ടാ. ഇതിലിപ്പോ നമ്മള് തീരെ വെള്ളം ഒഴിക്കണമെന്നില്ല. നമ്മള് സബോളയ്ക്കാണല്ലോ ഇട്ടോക്കണേ. അപ്പൊ അത് മതിയാവും ഒന്ന് വേവാനായിട്ട്. വേണ്ടി വരികയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതാ മൂടി വയ്ക്കാം കേട്ടാ. നമ്മൾ നിത്യവൈദ്യുതി നോക്കിയാ പെട്ടെന്ന് വേവിട്ടാ. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇതിലൊരുത്തായിട്ട് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടാ. അതാ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുണ്ടല്ലോ 2 കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ ഉടച്ചു വയ്ക്കണേ. ഇനി നമുക്കിതാ തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൊത്തി പൊരിക്കണ പോലെ. മുട്ട നമ്മൾ കൊത്തി പൊരിക്കലോ ആ രീതിയിൽ കണ്ട. നമ്മളിങ്ങനെ ഇളക്കും തോറും ഇങ്ങനെ വെള്ളം വലിഞ്ഞ് വലിഞ്ഞ് വരും. നല്ല കൊത്തിപ്പൊരി പോലെ ഇരിക്കും കേട്ടാ. കണ്ട, നമ്മൾ ഇളക്കും തോറും ഇങ്ങനെ ഒലർന്ന് വരും കേട്ടാ. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടാ, അല്ലെങ്കിൽ അടിയെ പിടിക്കും. പിന്നെ ഉണ്ടല്ലോ, ഇപ്പോ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ, മുട്ടയൊന്നും കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് മുട്ട ഇടുന്നേക്കാളും മുന്നേ നമ്മൾ ആക്കി വന്നല്ലോ, അത്രയായാലും നല്ല ടേസ്റ്റ് ആട്ടാ. ഇതിപ്പോ ഞാൻ ഒരു നോൺ വെജ് പോലത്തെ ഒരു കറി കൂടി ഉണ്ടായോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുട്ടയ്ക്ക് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ കൊത്തി പൊരിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, കണ്ട ഇതേപോലെ കണ്ട നല്ലൊരു കൊത്തിപ്പൊരി പോലെ ആയി കിട്ടിയിട്ടുണ്ട്. കൊത്തിപ്പൊരി പോലെയല്ല, കൊത്തിപ്പൊരി പോലെ തന്നെ കണ്ട. എത്രയോ മതി കേട്ടാ. അപ്പൊ നമ്മുടെ നിത്യവഴുതിരിങ്ങ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്ത് ഭയങ്കര എളുപ്പത്തില് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ 3 കറി റെഡി ആക്കി എടുക്കാട്ടാ. ഇനിയിപ്പോ എന്നിട്ടാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഷേറിന് വിളിക്കട്ടെ കേട്ടാ. അപ്പൊ ഒന്ന് ആവി പോണ പോലെ ഒന്ന് മൂടി വെച്ചിട്ട് പോട്ടെ. നമ്മുടെ കുക്കമ്പർ കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. കാണാൻ്റെ ഒരു ഭംഗിയുണ്ട്. നമ്മുടെ ഈ കയ്പക്കായ കറി ഉണ്ടല്ലോ, കക്കില്ല കേട്ടാ, കഴുപ്പൊന്നും ഉണ്ടാവില്ല. നല്ല രസമായിട്ട് ചാറൊക്കെ ഒഴിച്ച് കഴിക്കാം. കാണാനുള്ള ഒരു ഭംഗി നോക്കിയാ, എന്താ ഒരു അന്തസ് കാണാൻ. ഇതാ അടിപൊളി കറിയ മാത്രം മതിയല്ലോ. ഇനി ഈ കറി നോക്കട്ടെ. ഇതില്ലേ ഭയങ്കര രസാട്ടാ ശരിക്കും. നിത്യവഴുതിനിക്ക നമ്മളെ ആക്കണ കാരണം ഞാൻ മുൻപ് തന്നെ പറഞ്ഞേ അടിപൊളി. ഇത് ഇത് പിന്നെ ഇപ്പൊ ഇതില് ഏതാ നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് കഴിക്കുമ്പോ ഇതാണ് നല്ലതെന്ന് നിൽക്കും, ഇതാകുമ്പോ ഇതാ നിൽക്കും. ഏതായാലും ഭയങ്കരം അത്ര രസമായിട്ടുള്ള കറി കേട്ടാ അത്. സൂപ്പറല്ലേ അത്. ഇത് നോക്കിയേ, ഇത് ഭയങ്കര രസാട്ടാ ശരിക്കും. തന്നെ മതി. ഇതിലേ വേറൊരു പ്രത്യേകത, ഞങ്ങളുടെ ഈ കറികളിലല്ലേ ഏതാണ് മല്ലി, ഉപ്പ് ഇതൊഴിച്ചൊക്കെ പ്രത്യേക. അങ്ങനെ ഒരു പ്രത്യേകത ഇതിന്. അത്ര രസമായിട്ടുള്ള കറികളാട്ടോ ഇതൊക്കെ. ശരിക്കും ഒരു തരം മതി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. ഷായിട്ടിന് പിന്നെ അങ്ങനെ കുറെ കറി വേണമെന്നൊന്നുമില്ല. ഞാൻ പിന്നെ നമ്മുടെ പറമ്പിൽ ഉണ്ടാവണതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ എണ്ണം കൂട്ടി ഇങ്ങനെ വെക്കാറുണ്ട്. ചില സമയത്ത് നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിൽ കാണിക്കണമെന്നുള്ളോട്ട് എല്ലാം കൂടി വെക്കുന്നതായിട്ട്. നിർത്തല്ലേ.
അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.